അച്ഛാ, ഞാനങ്ങോട്ട് കോച്ചിങ്ങിന് പോവാണേ. അല്ലടി, നിനക്ക് 2 ദിവസം കഴിഞ്ഞു പോയപ്പോരെ. അവൻ ഈ കല്യാണം മുടങ്ങിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ലടി. അതുകൊണ്ട് തന്നെ പോകുന്നത്. എനിക്ക് അടുത്ത ആഴ്ച കോർപ്പറേഷൻ ബാങ്കിന്റെ എക്സാം ഉള്ളതാ. അവള് പഠിച്ചൊരു ജോലി മേടിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ മനുഷ്യാചേതം? അതോ അവള് നിങ്ങളെപ്പോലെ ഈ പെനോയിലും കലക്കിക്കൊണ്ടിരിക്കണോ? അയ്യോ, പെനോയിൽ അല്ലടി. 10-35 കൊല്ലം കൊണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക ഫെനോയില്. എത്ര കാലം പഠിപ്പിച്ചിട്ടെന്താ? കക്കൂസിലൊഴിക്കുന്ന സാധനമല്ലേ ഈ കലക്കിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ, അതുകൊണ്ടാടി സുമാരി ഞാൻ ഈ കക്കൂസിലൊഴിക്കുന്ന സാധനത്തിന് നിന്റെ പേര് തന്നെ ഇട്ടത്. ഞാൻ പട്ടാളത്തിൽ പോയി അലഞ്ഞു നടന്ന് നേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി. കലക്ക് കണ്ടാ തോന്നും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെന്ന്. അയ്യോ, ഇവിടെ ഏത് നേരം അതിനകത്ത് കുമ്പിട്ടോണ്ടിരുന്നാ മതിയല്ലോ. കൊണ്ടോടി, ഒരു ദിവസം ഞാൻ ഈ പെനോയില് കലക്കി കക്കൂസിലല്ല എന്നിട്ട് അണ്ണാക്കിലോട്ട് കണ്ടിരിക്കുന്ന ഒരുത്തൻ മാസാമാസം മിലിറ്ററി കോട്ടയിൽ 5-6 കുപ്പി കിട്ടുന്നോണ്ടാ നിന്റെ ഈ തള്ള ഞാൻ സഹിക്കുന്നത്. കേട്ടോടാ, എടാ, ഒരു കണക്കിന് ആ പെണ്ണൊളിച്ചോടി പോയത് നന്നായി. നിനക്കിതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലടാ. ഭാരതമെന്നാൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ. ഭാരതാംബേ അമ്മ. കാലത്ത് തന്നെ ഇയാൾ ഈ പത്രത്തിനകത്ത് എന്നാ പ്രയോഗിക്കൊണ്ടിരിക്കുക? ഒരു മാമൻ. എടാ അരുണേ, നീ ഇതെന്നാ ഇരിപ്പ ഇരിക്കുന്നത്? നിനക്ക് എത്ര ദിവസം ലീവ് ഉണ്ട്? ഇത് പിടിച്ചേ, എത്ര ദിവസം ലീവ് ഉണ്ട്? ഈ മാമനുണ്ടാ. ഇനി ഒരു മന്ത്രിമാണിയും വേണ്ട, നമ്മൾ നേരിട്ട് ഇടപെടും. ഒരു ദിവസം 4 പെണ്ണിനെ വെച്ച് ഈ മാമൻ കാണിച്ചു തരും, കേട്ടാ? എല്ലിച്ചേ, എന്റെ തോട്ടത്തിലുണ്ടായ പയറ് കൊണ്ടുവന്നിട്ടുണ്ട്, ചെമ്മീനിട്ട് വളർത്താം, അളിയന് കൊടുത്തോ, നല്ലതാ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ, ഇത് റിയ ട്രാവൽസിൽ നിന്നാണ്. ഞാനും വൈഫിനും കൊടൈക്കനാൽ പോകാനുള്ള കാറ് വൈകിട്ട് കൃത്യം 4 മണിക്ക് വീട്ടിലെത്തും. അവിടെ റിസോർട്ട് എല്ലാം റെഡിയാണ് സർ. സർ പുറപ്പെടാൻ റെഡിയാണല്ലോ അല്ലേ? ഞാൻ റെഡി. അത് പിന്നെ ഹലോ സർ. ഹലോ. എടാ, നിന്റെ നിപ്പ് എന്താ തോന്നുന്നു നീ അവളെ തട്ടിക്കൊണ്ടുപോയത്? എടാ, അത് ചെറിയ പരിപാടി മാത്രമല്ല. എനിക്ക് ഉറപ്പുണ്ട് ദേ പോയവരാണെങ്കിൽ ക്ഷയം പിടിച്ചെത്തും പോരെ. അതല്ലടാ, പിന്നെ ആ ട്രാവൽസിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ ചൂളിപ്പോയി. സാറിനും വൈഫിനും പോകാനുള്ള കാർ റെഡിയാണെന്ന്. ഏത് സാറ്? ഞാൻ തന്നെ. അതിനിടയിൽ മാമൻ വന്നിരിക്കുന്നു. എന്ത് പറഞ്ഞു? ഒരു ദിവസം 4 കാണാൻ റെഡി ആയിക്കോന്ന് പറഞ്ഞു. എന്ത് ഈ അവസ്ഥയിൽ വേറെന്താ, പെണ്ണായിരിക്കും. അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർത്തെ. അതെ, നമുക്ക് 2 പേർക്ക് ഒരു പെണ്ണ് കാണാൻ പോകും. എന്റെ ഈ അവസ്ഥയിൽ വേറൊരു പെണ്ണ് കാണിക്കുന്ന എനിക്ക് എങ്ങനെ തോന്നടാ? അയ്യോ, നിനക്കല്ല, ഇതിങ്ങോട്ടേക്ക് എനിക്കാ. നിനക്കാ? അത് നിന്റെ വീട്ടുകാരെയും കൂട്ടിയും പോയാൽ മതി. അത് പറ്റില്ല. ഇതിനൊക്കെ ഈ പെണ്ണ് കണ്ട് തഴക്കം വന്നൊരാൾ കൂടെ വേണം. മാത്രമല്ല, അവള് നിന്റെ പെങ്ങളുടെ കൂടെ ഈ ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയതാ. ബാങ്ക് ഉദ്യോഗസ്ഥയാ. അത് ചിലപ്പോ ശരിയായിരിക്കും. അവളുടെ കൂടെ പഠിച്ചവരൊക്കെ വലിയ ഉദ്യോഗസ്ഥരായി. ഇത് നടക്കുന്നെന്റെ മനസ്സ് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആണായും പെണ്ണായും ഒന്നേ ഉള്ളൂ. അതും ഗുരുവായൂർ പോയിട്ട് ഉരുള് കമിഴ്ത്തി കിട്ടിയതാ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടേ സംസാരിക്കാം. അതാണല്ലോ അതിന്റെ രീതി. മക്കള് ചെല്ലേ. ആ ഉരുളി നമുക്കും തരുമായിരിക്കും അല്ലേ? സോ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കിഷ്ടമായിരുന്നു. പക്ഷെ കുറച്ചുകൂടി പൊക്കം ഉള്ള ആളെ എനിക്ക് താല്പര്യം. സോ ഐ എം സോറി, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, കുഴപ്പമില്ല. ബൈ. അയ്യോ, സോറി. ഡോർ അവിടെയല്ല, അപ്പുറത്താ. ഇറ്റ്സ് ഓക്കെ. ചിലതൊക്കെ രഹസ്യമായിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് ഇപ്പൊ എന്തായി? നേരത്തെ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ പറയായിരുന്നല്ലോ അവിടം വരെ പോകുന്നതിന് മുമ്പ് ചേട്ടൻ അവളെക്കാള് പൊക്കം കുറവാണെന്ന്. എന്താ? അവൾ ഹീലുള്ള ചെരുപ്പാണ് ഇട്ടേത്, എനിക്കൊരു സംശയമുണ്ട്. ഓ, പിന്നെ ഹീൽസിനൊക്കെ ഒരു പരിധിയില്ലടാ. എടാ, നീ പെണ്ണിനെ കണ്ടില്ലായിരുന്നോടാ? പിന്നെ അവൻ കാണാവുന്ന പെണ്ണിനെയാണോ ഞാൻ കാണുന്നത്? അമ്മേ, ചേട്ടൻ
ചേട്ടന്റെ പൊക്കം കറക്റ്റ് ആയിരിക്കും. അയ്യോ അത് നമുക്ക് ഇവനെ ആലോചിച്ചാലോ? ആ, അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തേ ഇല്ല. മതി 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 നിന്റെയൊക്കെ കൂടെ പഠിച്ചല്ലേ, അവസാനം കല്യാണത്തിൽ നിന്ന് വേറെ ആരുടെയും കൂടെ ഓ വിളിച്ചു. പിന്നെ എനിക്കിനി തൽക്കാലം കല്യാണമേ വേണ്ട. നിർബന്ധിക്കണ്ട.